പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു തലക്കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചീനി പുഴുക്കിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇത് കേരച്ചൂരയുടെ തലയാണ്. ഇത് വെട്ടിക്കഴുകി വൃത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചക്കുരുമുളകുമാണേ. ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ പച്ച കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ കൂട്ട് തയ്യാറാക്കാനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് നന്നായിരിക്കും, തലക്കറി ആയതുകൊണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴണ്ടി വരും പെട്ടെന്ന് തന്നെ കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ വെള്ളം നനച്ച് വെച്ചിരിക്കുന്നതിനാൽ ഈ കൂട്ടൊന്ന് റെഡിയായി വരാൻ താമസം എടുക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മാത്രമേ മീനിട്ട് കൊടുക്കാവുകയുള്ളൂ കേട്ടോ. ഞാനങ്ങനെ മീൻതല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ചീനി പുഴുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡിയായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്, ചീനി തിളയ്ക്കുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.